ഹലോ ഓൾ. ഇന്ന് ഇന്ത്യ ഉണർന്നത് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വൺ ഓഫ് ദ മോസ്റ്റ് ഹീനസ് ക്രൈം റിപ്പോർട്ട് കേട്ടുകൊണ്ടാണ്. അതായത് രാജ്കർ ഹോസ്പിറ്റലിൽ കൊൽക്കത്തയിൽ നടന്ന ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനി ഡോക്ടറുടെ റേപ്പ് ആൻഡ് മർഡർ കേസ് കേട്ടുകൊണ്ടാണ് ഇന്ന് എല്ലാവരും ഉണർന്നിരിക്കുന്നത്. ഓഗസ്റ്റ് 14 തൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഹോസ്പിറ്റൽ സെമിനാർ ഹാളിൽ റെസ്റ്റ് ചെയ്യുകയായിരുന്ന ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനി ഡോക്ടർ അവരെ ഒരു അവിടെയുള്ള ഒരു സിവിക് പോലീസ് വോളണ്ടിയർ റേപ്പ് ചെയ്യുകയും മർഡർ ചെയ്യുകയും ചെയ്തു എന്നതാണ് ഇപ്പോൾ നമുക്കുള്ള കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകൾ. പല ന്യൂസ് പേപ്പറുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ആ ഒരു മർഡർ അക്യൂസ്ഡ് അദ്ദേഹം ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണെന്നും അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും മറ്റാരെങ്കിലും ഇനി ഇതിലുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുകയുമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഓരോ ന്യൂസ് ചാനലുകളിൽ വരുന്ന അവർ റിപ്പോർട്ടുകൾ. ന്യൂസ് ആർട്ടിക്കിൾസ് എന്നുള്ള റിപ്പോർട്ടുകൾ വെച്ച് അവരുടെ കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും വായിൽ നിന്നുമെല്ലാം രക്തം വരികയും അതുപോലെ തന്നെ അവരുടെ കാലുകൾ, കൈ, കഴുത്ത് അവിടെയെല്ലാം ഒരുപാട് ഇഞ്ചുറി പറ്റുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഓട്ടോപ്സി റിപ്പോർട്ട് പറയുന്നത്. പ്രതി എന്ന് സംശയിക്കുന്ന ആ ഒരു സിവിക് പോലീസ് ഓഫീസർ ഈ ഹീനസ് ക്രൈം ചെയ്തതിന് ശേഷം തൻ്റെ വീട്ടിൽ പോയി കടന്നുറങ്ങുകയും പിറ്റേ ദിവസം രാവിലെ വരെ ഉറങ്ങിയതിന് ശേഷം അയാൾ എഴുന്നേറ്റ് അയാളുടെ ആ വസ്ത്രങ്ങൾ എവിഡൻസ് നശിപ്പിക്കാൻ വേണ്ടി കഴുകിയെന്നും ആണ് പോലീസിന്റെ ഫസ്റ്റ് കണ്ടുപിടുത്തം. ഇപ്പോൾ അതിനുശേഷം പോലീസ് റെയ്ഡിൽ അയാളുടെ വീട്ടിൽ നിന്ന് രക്തക്കറയുള്ള ഒരു ഷൂ കണ്ടെത്തിയെന്നും ഈ ഷൂ ഫോറൻസിലേക്ക് അയച്ചിട്ടുണ്ട്, ഈ രക്തസാമ്പിളുമായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് വൃത്തങ്ങളിൽ നിന്നുള്ള ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ. ഈ അക്യൂസ്ഡ് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന വിവരം ഈ അക്യൂസ്ഡ് തന്നെ അയാളുടെ ഫോണിൽ സെർച്ച് ചെയ്തപ്പോൾ ബ്രൂട്ടസ് ആയിട്ടുള്ള റേപ്പ് അതുപോലെ വീഡിയോസ് അതിൻ്റെ ആർട്ടിക്കിൾസിനെ കുറിച്ച് അയാൾ ഒരുപാട് പഠിക്കുകയും ഒരുപാട് വീഡിയോസ് കാണുകയും ചെയ്ത ഒരു പെർവേർട്ട് മെൻറ്റാലിറ്റി ഉള്ള ഒരാൾ ആണ് എന്നാണ് ആ ഒരു ന്യൂസ് ആർട്ടിക്കിൾസിൽ നിന്ന് അവർ എഴുതിയിരിക്കുന്നത്, പോലീസ് അത് കണ്ടെത്തിയതായി പറയുന്നത്. അപ്പോൾ എല്ലാ സംശയങ്ങളും ഈ ഒരു അക്യൂസിലോട്ടാണ് നീളുന്നത്. ഫൈനൽ ഒരു പ്രതിയെ കണ്ടെത്താനായിട്ടുള്ള 7 days ആണ് കൊൽക്കത്ത CM ആയ മമതാ ബാനർജി പോലീസിന് കൊടുത്തിരിക്കുന്ന ടൈം. ഇപ്പോൾ ഈ കേസ് CBI ആണ് അന്വേഷിക്കുന്നത്. 7 days ആണ് ടൈം ഫ്രെയിം വെച്ചിരിക്കുന്നത്. അതിന് മുന്നേ കണ്ടെത്തും എന്നാണ് CBI ഓഫീസേഴ്സ് പറയുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു കാര്യം വിഷയമാക്കി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഓഗസ്റ്റ് 15 രാവിലെ 6 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 6 മണി വരെ, അതായത് 24 hours OPDയും അതുപോലെ തന്നെ എലക്റ്റീവ് സർജറീസും വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം നെക്സ്റ്റ് ഡേ 24 hours ഇന്ത്യ ഒട്ടാകെ കാണില്ല എന്നുള്ള ഡിസിഷനാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എടുത്തിരിക്കുന്നത്. ഇത്രയും വൃത്തിയുടെ ഒരു ക്രൈം ചെയ്ത ആ ഒരു ബ്രൂട്ടലായിട്ടുള്ള മർഡറെ അങ്ങേയറ്റം പറ്റുമെങ്കിൽ മരണശിക്ഷ തന്നെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ ഒരാളാണ് ഞാൻ. എങ്കിലും പറയട്ടെ, ഇപ്പോൾ ഈ ഒരു മെഡിക്കൽ അസോസിയേഷൻ എടുത്ത തീരുമാനത്തിൽ ഞാൻ ഒട്ടും തന്നെ യോജിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു സാധാരണ ഹോസ്പിറ്റലിൽ ദിവസവും ദിനം പ്രതി OPDക്കായിട്ട് ചെല്ലുന്ന ആൾക്കാരുടെ എണ്ണം ആയിരക്കണക്കിനാണ്. അപ്പോൾ ഈ 24 മണിക്കൂർ നേരത്തേന് ഈ ഒരു ആൾക്കാർക്ക് കിട്ടേണ്ട ആ ഒരു സാധാരണ അവകാശം ആണ് സത്യം പറഞ്ഞാൽ ഇവിടെ നിഷേധിക്കപ്പെടുന്നത്. ഇതിന് മെഡിക്കൽ അസോസിയേഷൻ പറയുന്ന ന്യായം എന്ന് വെച്ചാൽ നമ്മളെ ചികിത്സിക്കുന്ന ഈ ഹെൽത്ത് കെയർ വർക്കറുള്ള ഡോക്ടറായാലും നേഴ്സായാലും ബാക്കിയുള്ള ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആയാലും അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടത്ര സംരക്ഷണം ഗവൺമെന്റ് കൊടുക്കുന്നില്ല, അതോറിറ്റീസ് കൊടുക്കുന്നില്ല. അത് കാരണം അത് കിട്ടാൻ വേണ്ടിയാണ് തങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത്. അവർ പറയുന്നതിലും ശരിയുണ്ടായിരിക്കാം. പക്ഷെ ഒരു ദിവസം എത്രയോ രോഗികൾ ഈ ഒരു OPD ആശ്രയിച്ചുകൊണ്ട് പോകുന്നു. എമർജൻസി വാർഡുകൾ പ്രവർത്തിക്കുമെങ്കിലും ഇമ്മീഡിയറ്റ് സർജറീസ് എല്ലാം നടക്കുമെങ്കിലും ഈ 24 മണിക്കൂർ സാധാരണ അസുഖവുമായി ചെല്ലുന്ന ഒരാൾ, അതായത് ശ്വാസം മുട്ടലായിക്കോട്ടെ, വയറ്റുവേദന ആയിക്കോട്ടെ, പനി ആയിക്കോട്ടെ, അയാൾ ആ വേദന സഹിച്ചുകൊണ്ട് ഒരു ദിവസം കൂടെ തള്ളി നീക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നു. അയാളുടെ ജീവന് അതൊരു വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കത്തില്ല. പക്ഷെ ഒരു ദിവസം മുഴുവൻ പിന്നെയും ആ വേദന സഹിച്ചുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ശ്വാസം മുട്ടൽ പോലുള്ള രോഗികൾ ചെല്ലുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത്. അപ്പോൾ അവരെടുത്ത ആ ഒരു നിലപാടിന് ഞാൻ എതിരാണ്. പക്ഷേ ഇത്രയും വൃത്തിയായിട്ടൊരു ക്രൈം ചെയ്ത ഒരാളെ ശിക്ഷിക്കണമെന്ന് തന്നെ അങ്ങേയറ്റം ആഗ്രഹിക്കുന്നു.
അതുപോലെ ഇതുപോലൊരു ക്രൈം ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്നും ആഗ്രഹിക്കുന്നു. ഇതുപോലെ മെഡിക്കൽ പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അവർക്ക് വേണ്ട അത്രയും സപ്പോർട്ട് അതെന്നും തന്നെ സർക്കാർ കൊടുക്കട്ടെ എന്നും ആഗ്രഹിക്കുന്നു. കാരണം ഈ മെഡിക്കൽ പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന ഇവരില്ലെങ്കിൽ ഒരു ദിവസം നല്ല ഒരു മണിക്കൂർ പോലും നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാരുടെ ജീവന്, നമ്മുടെ സന്തോഷത്തിന് ഒരു സുരക്ഷിതത്വമില്ല. സോ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമുക്കും ചെയ്യാം. അതുപോലെ തന്നെ ഇനി ഇതുപോലൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എന്നും പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന് അവരുടെ ഇതുപോലുള്ള ഡിസിഷൻസ് ഇനി അവരെടുക്കാതിരിക്കട്ടെ. ഇതുപോലെ OPD ഒന്നും ക്യാൻസൽ ചെയ്യാതിരിക്കട്ടെ. അങ്ങനെ ഇതിനുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ.